ഹലോ. അപ്പോൾ കുട്ടി കുറുമ്പൻസ് രണ്ടുപേരും നല്ല ഉറക്കമാണ്. പക്ഷെ ഞാൻ റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. സ്കൂളിൽ നിന്നൊരു ടീച്ചേഴ്സ്മാർക്ക് മാത്രമായിട്ടൊരു ഔട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇക്ക എന്നെ രാവിലെ കൊണ്ടുപോയി. രാവിലെ ഒരു 4:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:15 ആയപ്പോഴത്തേനും എല്ലാവരും വന്നു. നമ്മൾ വണ്ടി എടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് 2 ടീച്ചേഴ്സ്മാരെ കയറ്റണമായിരുന്നു. നമ്മുടെ ഫുഡും കാര്യങ്ങളും രാവിലത്തെ ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ പോയത് നേരത്തെയാണ്, ഞാൻ കുറച്ച് മയങ്ങി കേട്ടോ. അപ്പോൾ കണ്ണു തുറന്നപ്പോഴത്തേനും നേരം നല്ല വെളുത്തു. തിരുവനന്തപുരം അടുക്കാറായി. നമ്മൾ പോയത് 27-ാം തീയതിയാണേ, ശനിയാഴ്ച. അതിൻ്റെ തലേന്ന് വരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത്. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ മഴകളും കാര്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം മഴ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വണ്ടി ഇരിക്കുമ്പോഴായിരുന്നു കേട്ടോ മഴ പെയ്തത്. അതുകൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരിടത്ത് മാത്രമാണ് നമുക്ക് ഇച്ചിരി മഴ നനയേണ്ടി വന്നത്. ആ വിശേഷം പിന്നെ പറയാം. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു. എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ്മാരെല്ലാം ഹിന്ദുസാണ്. ഞാൻ മാത്രമേ ഉള്ള ഒരാൾ മുസ്ലിമായിട്ട്. അപ്പോൾ ടീച്ചേഴ്സും സാറുമാരും എല്ലാവരും നമ്മുടെ അമ്പലത്തിലോട്ട് പോയി. എനിക്ക് കൂട്ടായിട്ട് വേറൊരു ടീച്ചറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവർ കാത്തു നിന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് റൗണ്ടൊക്കെ അടിച്ചു, കടയൊക്കെ നോക്കി. പിന്നെ അവരെയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ദൂരെയൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു കേട്ടോ. കടകളൊക്കെ തുറക്കാൻ 9 മണിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു കടയെടുത്ത് നമ്മൾ കയറിയിരുന്നു കുറച്ച് നേരം. അല്ലെങ്കിൽ അതവിടെ അത്രയും നേരം നിൽക്കണമായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കുളത്തിൽ ഒരുപാട് മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കുറേ പേര് പൊരിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ. സത്യത്തിൽ ഈ മീനും പ്രാവിനും ഒക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, ഏത് സൈഡിലോട്ട് പോകണമെന്ന്. അതാണ് പ്രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് കിടക്കുന്നത്. 2 സൈഡിലും കുറേ ആളുകൾ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ കാഴ്ചയൊക്കെ കണ്ടു. ഒരു 9 മണി കഴിഞ്ഞതോടെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് അവരിറങ്ങി കേട്ടോ. അങ്ങനെ ഇനി അടുത്തടുത്തേക്ക് പോകുക കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവരെ അല്ല കേട്ടോ. പക്ഷേ അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളും വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നവരാത്രി പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പോക്കും. അങ്ങനെ നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടിക്കുറുമ്പൻസ് ഇല്ലാത്ത എൻ്റെ 2ാമത്തെ ട്രിപ്പാണ് കേട്ടോ. ആദ്യത്തെ ഒരു സോളോ ട്രിപ്പായിരുന്നു. ഇതിപ്പോൾ നല്ല ജോളിയായി ടീച്ചേഴ്സ്മാരും കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ടൊരു ട്രിപ്പ് ആദ്യമായിട്ട് പോവുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനിലെത്തി. നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ കുടയൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോയത്. എന്ന് വെച്ചാൽ കുറേ നടക്കണം. അതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പിന്നെ കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ സാറുമാരെടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് കാണേണ്ടവരെ കാണാൻ പോവുക കേട്ടോ. അതൊന്നും കുറച്ച് നടക്കാനുണ്ട്. ഒരുമിച്ചൊന്നും അല്ല കേട്ടോ, അവർ കുറേ ഗ്യാപ്പിട്ടൊക്കെയാണ് ഓരോരുത്തരും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ ആദ്യത്തെ ആളിനെ കാണാൻ ചെന്നപ്പോഴത്തേന് പെട്ടെന്ന് എല്ലാവരും വെച്ച് സ്റ്റാച്ചു ആണെന്നാ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, അനങ്ങുന്നതേ ഇല്ല. ചെറുതായിട്ട് ചെവി ആട്ടുന്നതല്ലാതെ. ആദ്യം എല്ലാവരും വിചാരിച്ച് ആനത്താവളമായതുകൊണ്ട് ആനയുടെ സ്റ്റാച്ചു എല്ലാം ആയിരിക്കും. പിന്നെ ആൾ പതുക്കെ അനങ്ങി കേട്ടോ. വീഡിയോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ആൾ ജസ്റ്റ് ഒന്ന് തുമ്പിക്കെടുത്ത് താഴെ ഇട്ടു. കണ്ടോ, ഇപ്പോൾ ആൾ ഓക്കെ ആയി. ഇതിപ്പോൾ 2ാമത്തെ ആളിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ആൾ കുളിക്കുമായിരുന്നു. ചൂടൊക്കെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് കുളിക്കണമല്ലോ. അതുകൊണ്ട് ആൾ നല്ലതുപോലെ കുളിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന് 11 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ പേര് ഓർക്കുന്നില്ല. നല്ല കാര്യത്തിൽ ആൾ കുളിക്കുമായിരുന്നു. ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ബാക്കിലാട്ടോ. നമ്മുടെ സാറാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇച്ചിരി വികൃതിയൊക്കെ കൂടുതലായതുകൊണ്ട് ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയേക്കോ കേട്ടോ. നമ്മളടുത്ത് പറഞ്ഞു ആൾ ഇച്ചിരി വികൃതിയാണ്, അതുകൊണ്ടാണ് കൂടെ കൂട്ടാത്തത്. ആ കാണുന്ന ആളാട്ടോ മനു എന്നാ പേര് പറഞ്ഞെന്ന് ഓർക്കുന്നു. അപ്പോൾ കുറച്ച് നേരം മനുവിനെയൊക്കെ കണ്ടു. ടീച്ചേഴ്സ്മാർ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞാണ് നമുക്ക് ഏറ്റവും വലിയ സർപ്രൈസ്. വേറെ 2-3 പേരുടെ ഡാൻസ് കൂടെ കാണാനുണ്ട് കേട്ടോ. അതായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരെക്കുറിച്ചാട്ടോ.
3 പേരുണ്ട്. നല്ല കുറുമ്പ് കാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ആരണ്യ, മായ, പൂർണ്ണ, ഇതാട്ടോ 3 പേരുടെ പേര്. ഇതിലാരാണ് മായ, ആരാണ് പൂർണ്ണയെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല കുറുമ്പം കാണിച്ചുകൊണ്ടാട്ടോ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ. തലയാട്ടി ആട്ടി അങ്ങനെ നമ്മൾ ഇവരുടെ കുറച്ച് നേരം കണ്ടു. അവിടെ നിന്ന് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. കൂടെയല്ല, അവർ കുറച്ച് ബാക്കിലായിട്ട് നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അടുത്തടുത്തോട്ട് പോകും കേട്ടോ. അടുത്തത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിനെ കാണാനാണ് നമ്മൾ പോയത്. പക്ഷെ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. വേറെ 3 പേരെ കേട്ടോ നമ്മൾ കണ്ടതും. ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. പിന്നെ അവിടുത്തെ ഓഫീസേഴ്സിന് നടക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരാണ് കേട്ടോ ബാക്കി 3 പേര്. അവരുടെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഗേറ്റിന് വെളിയിൽ നിന്നാട്ടോ അവരെ കാണുന്നത്. അത് കഴിഞ്ഞ് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കണ്ടത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, ചെറിയ റീലൊക്കെ എടുത്തു. അത് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചതും ഒരു മയിലിരിക്കുന്ന കണ്ടില്ലേ, ഉച്ചക്കലത്തെ ഫുഡ് നമ്മൾ അവിടെ നിന്നായിരുന്നു കഴിച്ചത്. അടുത്ത് നമ്മൾ പോകുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് കേട്ടോ. ടീച്ചേഴ്സ്മാരെല്ലാം ടൂറിന് വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ഗാർഡൻ. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് പണ്ടേ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഓടി നടന്നതൊന്ന് കണ്ടു. ഞാനൊന്നും വാങ്ങിച്ചതൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സ് എല്ലാം ചെടികളും മരങ്ങളും എല്ലാം മേടിച്ചുകൊണ്ടാട്ടോ വന്നത്. വരുമ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, പച്ചപ്പിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ നമുക്ക് അതുകൂടെ കാണാം. നമുക്ക് എൻട്രി ഫീസൊന്നും ഇല്ല ഇവിടെ. വരാം, വണ്ടി ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്തു. നമുക്ക് ഇഷ്ടമുള്ള മരങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് ബില്ലടിച്ച് തരും കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസുകളുണ്ടായിരുന്നു. മുല്ല, എന്താ പിച്ചി, എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരൊന്നും അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ. റംബൂട്ടാൻ ഉണ്ടായിരുന്നു. പിന്നെന്താ മാവ്, പ്ലാവ്, പിന്നെ എന്തൊക്കെയോ ഒക്കെ കണ്ടില്ലേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പിന്നെ ഈ മേഖലയിലോട്ട് അധികം കടക്കാത്തതുകൊണ്ട് എല്ലാം കാണാൻ മാത്രമാട്ടോ എനിക്കിഷ്ടം. എല്ലാവരും കുറേ കൊണ്ട് ഇറക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് അനുസരിച്ച് വെക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ 250 രൂപ കേട്ടോ വില വരുന്നത്. ഏതായാലും 250 രൂപ റേഞ്ചാണ്. ചിലതിനൊന്നും പൂ പിടിക്കാത്തതുകൊണ്ട് നമുക്ക് കളർ ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു. അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നല്ലത് നോക്കി നമുക്ക് എടുത്തു തരും കേട്ടോ. എല്ലാം ഹൈബ്രിഡാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഏറെക്കുറെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. എല്ലാം കണ്ട് നടന്നു. എല്ലാവരും പല വഴിക്ക് കേട്ടോ കാണാൻ പോയത്. ഇത് പിന്നെ അതിൻ്റെ വേറൊരു പോർഷനാണ്. ഇവിടെയും ഇവിടെ ആട്ടോ പിച്ചിയൊക്കെ ഇരിക്കുന്നത്. അവിടെ കളർ ചെടികളെല്ലാം ഉണ്ട്. പിന്നെ വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. വലിയ പൂക്കളായിരുന്നു കേട്ടോ. അതിൻ്റെ തന്നെ പല രീതിയിലുള്ളതുണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങി നോക്കി കേട്ടോ ഏതൊക്കെയാണെന്ന്. എനിക്കൊരു സാധനം വേണമായിരുന്നു, പക്ഷെ അത് മാത്രം അവിടെ ഇല്ലായിരുന്നു. എൻ്റെ അറിവിൽ അത് മാത്രമാണെന്ന് തോന്നുന്നു അവിടെ ഇല്ലാത്തത്. അങ്ങനെ ഞാനത് നോക്കാൻ പോയപ്പോഴത്തേനും ഇവർ കുറേ ഉള്ളിലോട്ട് വന്നു. പിന്നെ ഞാൻ ഓടിച്ചാടി അങ്ങോട്ട് പോയി കേട്ടോ. ഇവിടാണ് കേട്ടോ ഞാൻ പറഞ്ഞ തെറ്റിയുടെ വെറൈറ്റീസ് ഉള്ളത്. ഒരുപാട് തെറ്റീസ് ഉണ്ടായിരുന്നു. ചുമന്ന കളറിൽ നല്ല കുടം പോലെ നിൽക്കുന്ന കുറേ പൂക്കളുണ്ടായിരുന്നു. മഞ്ഞ ഉണ്ടായിരുന്നു. പിന്നെ വലിയ അടുക്കില്ലാത്തതുണ്ടായിരുന്നു. വെള്ള, റോസ്, കണ്ടില്ലേ, ഇതെല്ലാം തെറ്റിയുടെ വെറൈറ്റീസാണ്. ഇതാട്ടോ എനിക്കിഷ്ടമായത്. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് പൂ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ, സൂപ്പർ. എന്താ അങ്ങനെ അതൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ്
അടുത്തിടത്തോട്ട് പോയി കേട്ടോ. ഞാനിങ്ങനെ പാറി നടക്കുമായിരുന്നു. സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഒന്നും മേടിച്ചില്ല. ഞാൻ എല്ലാ കാഴ്ചകളും കണ്ട് നടക്കുമായിരുന്നു. ഏതെടുക്കണം, ഏതാണ് കൊള്ളാവുന്നത്, ഒരുപാട് മിക്ക ചെടിയിലും പൂവുണ്ടായിരുന്നു കേട്ടോ. മിക്ക ചെടിയിലും പൂവുണ്ടായതുകൊണ്ട് അത് നോക്കി ഏത് കളർ വേണമെന്ന് സെലക്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇതിനകത്തൊക്കെ ഓരോ രൂപങ്ങളാണ്. ചെടിയിൽ തന്നെ അരയന്നങ്ങളൊക്കെ, അതായത് നോക്കി ബന്ദിപ്പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നത്, ഓറഞ്ചും മഞ്ഞയും. ഇത് ഏത് പൂവാന്ന് എനിക്കറിയില്ല കേട്ടോ. ടീച്ചർ എന്തോ പേര് പറയുന്നത് കേട്ടായിരുന്നു. അത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. അത് കഴിഞ്ഞെല്ലാം അത് വാടാമല്ലി കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തടുത്തോട്ട് വന്നു ബൊഗെയിൻവില്ല, നമ്മുടെ കടലാസ് പൂ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് വേറൊരിടത്തുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണാൻ പോയില്ല. ഞാൻ അപ്പോഴത്തേന് ഔട്ട്ഡോർ പ്ലാന്റ്സിൽ കഴിഞ്ഞ് ഇൻഡോർ പ്ലാന്റ്സിലോട്ട് കയറി. ഞാനും വേറെ 2 ടീച്ചേഴ്സ്മാർ കേട്ടോ ഇവിടെ വന്നത്. ടീച്ചറിന് ഓർക്കിഡ് നോക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഓർക്കിഡൊക്കെ നോക്കാൻ വന്നത്. ഇതിനകത്ത് മീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറിന് ഇല്ലാത്തൊരു സെറ്റ് ഓഫ് ഓർക്കിഡ് മേടിച്ചു. അതിന് 160 രൂപയായിരുന്നു കേട്ടോ ഒരെണ്ണത്തിന്. ആ ടീച്ചർ 2 എണ്ണം മേടിച്ചെന്ന് തോന്നും. പിന്നെ നമ്മുടെ ഈ കള്ളിമുൾ ചെടിയില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഡിക്കി ഒരുവിധം ഫുള്ളായി. നമ്മൾ കുഴിക്കുളത്തിനോട് യാത്ര പറഞ്ഞ് അടുത്തടുത്തോട്ട് വരും കേട്ടോ. സത്യത്തിൽ ഈ ട്രിപ്പിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമായൊരു ട്രിപ്പാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തേക്കിൻ്റെയൊക്കെ തൈകൾ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ തൈയായിട്ട് കിട്ടുമെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. തെങ്ങുണ്ടായിരുന്നു, കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായത്. കണ്ടില്ലേ, KSRTCയിൽ നമ്മൾ സിറ്റി ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതും വെറും വണ്ടിയിലല്ല, നമ്മുടെ ഡബിൾ ഡക്കറിനകത്ത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ അരമണിക്കൂർ മുമ്പായിരുന്നു വന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ മുകളിലാട്ടോ ബുക്ക് ചെയ്തിരുന്നത്. എനിക്ക് ഏതെങ്കിലും അറ്റം വേണമെന്നും പറഞ്ഞ് സൈഡ് സീറ്റ് നോക്കി നടന്നതാട്ടോ. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഇരുന്നത് ഞാനായിരുന്നു. നല്ല വ്യൂസൊക്കെ ആയിരുന്നു. നമ്മൾ കയറിപ്പോകുമ്പോൾ താഴെ വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കയറിപ്പോയത് വിശേഷങ്ങളൊക്കെ കേട്ടോ. സ്റ്റെപ്പായുണ്ട് പാട്. അങ്ങനെ നമ്മൾ കയറി താഴെയുള്ളവരെയൊക്കെ ഒന്ന് കണ്ടുവെന്ന് വെച്ചാൽ ആദ്യം കയറുന്നത് ഞങ്ങൾ 4 പേരുമായിരുന്നു. താഴെ കുറച്ച് പേര് അപ്പോൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കയറ്റി വിടുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കയറി നമ്മുടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ ഇരുന്നു. ഏറ്റവും ലാസ്റ്റ് കാണുന്ന സീറ്റാട്ടോ എൻ്റേത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരം ഫുള്ളായിട്ട് നമ്മൾ മുകളിലിരുന്ന് കാണാൻ പോവുകയാണ്. നമ്മുടെ കണ്ടക്ടറാണെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞു തരും കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ആകാശത്തൊക്കെ ചെറുതായിട്ട് മങ്ങലൊക്കെ വീണു. സന്ധ്യ ടൈമൊക്കെ ആയി. വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ റെഡ് സിഗ്നലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ്ങാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇതിന് പോകാൻ വേണ്ടിയിട്ട് താഴെ നിൽക്കുന്നവരൊക്കെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കണ്ടക്ടർ ചേട്ടനാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ്, എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നും അവിടുത്തെ എന്താണ് എന്നൊക്കെ എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എനിക്കിത് ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ എന്നെ ചതിച്ച്. ചാർജ് കുറവായതുകൊണ്ടും ചില ഷോട്ട്സ് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തത്. ഒറ്റ ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ യാത്ര. നമ്മൾ ഇതിനകത്ത് 6 മണിക്ക് കയറിയെങ്കിലും 6:15 വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോൾ 8:30 കഴിഞ്ഞു കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിലാണ് 1.5 മണിക്കൂർ. നമ്മൾ ഇപ്പോൾ അതിൽ കൂടുതലെടുത്തു.
നമുക്ക് ഇതിലാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റുള്ളൊരു കാര്യം, എല്ലാം അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കുറച്ചൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് പറയും തല താഴ്ത്തണേ ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന്. സൂപ്പർ വ്യൂസായിരുന്നു കേട്ടോ, എല്ലാം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ചെന്ന മിക്കയിടത്തും റെഡ് സിഗ്നൽ തന്നെ ആയതുകൊണ്ട് കുറേ വെയിറ്റ് ചെയ്തൊക്കെ ആട്ടോ. എന്നുവെച്ചാൽ അത്രയും നേരം കൂടി നമുക്ക് വണ്ടിയിലിരിക്കാൻ പറ്റി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്നാൽ കണ്ടില്ല, അന്തരീക്ഷമൊക്കെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. ഇതുവരെ ദൈവം സഹായിച്ച മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് മഴ പെയ്താലും കുഴപ്പമില്ല, ഇതിലിരിക്കുമ്പോൾ മൊത്തത്തിൽ കാഴ്ചയൊക്കെ കാണാമല്ലോ. ഇപ്പോൾ സന്ധ്യ സമയത്ത് കയറിയുമ്പോൾ നല്ല വ്യൂസ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ട്. പകൽ കയറുന്നതിനേക്കായി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ഈ രാത്രിയിൽ ഈ ട്രിപ്പ് തിരഞ്ഞെടുക്കാനാട്ടോ. അതാകുമ്പോൾ നല്ല വ്യൂസും നല്ല രസമാണ് കാണാൻ വേണ്ടി. പറഞ്ഞറിയിക്കുന്നതിനേക്കായി നല്ലത് കണ്ട് തന്നെ അറിയുന്നതാണ്. സെക്രട്ടേറിയറ്റിനുള്ളായിരുന്നു. പുതിയ ബിൽഡിംഗ് ഇവിടെ വന്നതോടെ ഇങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കുകയും തൊട്ടടുത്തായി നിയമസഭാ മ്യൂസിയവും കാണാം. റൈറ്റ് സൈഡ് കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയമാണ്. ജി വി രാജ സ്റ്റേഡിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൊട്ടുമുമ്പിൽ വലതുവശത്തായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയാണ് റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. ലെഫ്റ്റ് സൈഡ് KTDCയുടെ ആദ്യകാല 5 സ്റ്റാർ ഹോട്ടലായ മസ്കറ്റ് ഹോട്ടലാണ് ഇടതുവശത്തായി കാണുന്നത്.
അടുത്തതായിട്ട് നമ്മൾ പോയത് മ്യൂസിയത്തിൻ്റെ സൈഡിലോട്ടാട്ടോ. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു. വേറെ വോയിസ് വരുന്നുണ്ട് കേട്ടോ, ആ വോയിസ് ഓവർ കൊടുക്കാത്തത്. കുറേ കാഴ്ചകൾ ആ വെട്ടമൊക്കെ കണ്ടുപോകാൻ നല്ല രസമുണ്ടായിരുന്നു. സത്യത്തിൽ നഗരക്കാഴ്ചകൾ കാണണമെങ്കിൽ ഈ 6 മണിയുടെ ട്രിപ്പ് തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഓരോ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, റൈറ്റ് സൈഡിൽ എന്താണ് എന്നെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കൊല്ലക്കാരായിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ. പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരുണ്ട്, മലപ്പുറത്തു നിന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൃഗശാലയുടെ എൻട്രൻസൊക്കെ കണ്ടു. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞൊക്കെ തന്നു കേട്ടോ. പിന്നെ കനകക്കുന്ന് കൊട്ടാരത്തിനെ കുറിച്ചാട്ടോ പറഞ്ഞു തന്നത്. നമ്മുടെ രാജഭരണം ഉള്ളപ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്നവരെയൊക്കെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊട്ടാരത്തിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കുറേ നല്ല കാഴ്ചകളും നമ്മുടെ ആകാശത്തിൻ്റെ ചേഞ്ചസും എല്ലാം നമുക്ക് ഈ ഓപ്പൺ ബസ്സിലിരുന്ന് കാണാമായിരുന്നു. കുറേ പേര് വൈകുന്നേരം സമയമായിട്ട് ജോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, കണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മരങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞു കൊടുക്കും കേട്ടോ. ചില്ലകൾ മിക്കതും നമുക്ക് തട്ടിയില്ല എന്നും പറഞ്ഞാണ്. ഏറ്റവും ബാക്കിലായതുകൊണ്ട് അത്യാവശ്യം നല്ല പൊക്കം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്നും താന്നു കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കുറേ പറയണമെന്നുണ്ട്. അതായത് കണ്ടില്ലേ, എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. നല്ല നൈസ്, ഒരുപാട് എൻജോയ് ചെയ്തു ഈ യാത്ര. പിന്നെ ഇവിടെ കൊണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുവാണെന്നോ. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കവടിയാറാണ്. കവടിയാർ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള പ്രവേശന കവാടത്തിന്റെ മുൻവശത്താണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 800 മീറ്റർ. അവിടെ ആ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലിട്ടാണ് നമ്മൾ റിട്ടേൺ എടുത്ത് ബാക്കിലോട്ട് വന്നത്. പിന്നെ ഒരു പാട്ട് നല്ല നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്ത് ഒരു ഫ്രണ്ടിരുന്ന് പാടും കേട്ടോ. ഇത് ഞാൻ പാട്ടായിട്ട് കൊടുക്കാത്ത ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാണും. ഇപ്പോൾ ഈ പാടുന്നത് നമ്മുടെ സാറിൻ്റെ വൈഫാണ്. ടീച്ചർ പാടുന്നതും ഞാൻ കൊടുക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ കാണും. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. നമ്മൾ വെളിയിരുന്നപ്പോൾ മഴ പെയ്ത് കുറച്ച് നേരം കുടയൊക്കെ ഇരുട്ട് ചൂടിയിരുന്നെങ്കിലും അത്യാവശ്യം നല്ല മഴയായപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പേരൊക്കെ താഴെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ആൾക്കാർ മൊത്തം താഴെ ഇറങ്ങി. ഇത് മഴ മാറിയതിന് ശേഷം തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാട്ടോ. അവരുടെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും റോഡിൽ കൂടെ പോയവരെല്ലാവരും നമ്മളെക്കാൾ കൂടുതൽ അവരാണെന്ന് തോന്നുന്നു എൻജോയ് ചെയ്തത്, പാട്ടൊക്കെ കേട്ട്. അപ്പോൾ ഒരുപാട് ഡാൻസും പാട്ടും എല്ലാം ആയിട്ടൊരു എൻജോയ്മെൻറ്റ് ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അടുത്ത് നമ്മൾ പോയത് ലുലു മോളിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ. ഇതിലെല്ലാം മികച്ചതായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ട്രിപ്പിൽ കണ്ടായിരുന്നു. സ്ട്രിക്ട്ലി ഓർഡർ ഉണ്ടായിരുന്ന വീഡിയോസ് ഒന്നും എടുക്കരുതെന്ന്. ഫ്ലൈറ്റിൻ്റെ എയർപോർട്ട് സൈഡിലോട്ട് പോയി നടക്കുന്നത്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് സ്ട്രിക്ട്ലി ഓർഡർ ഉണ്ടായിരുന്നു. ആ വീഡിയോസ് ഒന്നും എടുക്കരുതെന്നും പറഞ്ഞ് അങ്ങനെ കാഴ്ചകളൊക്കെ സൂപ്പർ കാഴ്ചകളായിരുന്നു കേട്ടോ. നമ്മുടെ കുറുമൻസിന് കണ്ട അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ വണ്ടിയിലോട്ട് കയറി നമ്മൾ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം എല്ലാവരും ക്ഷീണിച്ചു. പിന്നെ ഞാൻ വലുതായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. നമ്മളൊരു 12 മണി അടുപ്പിച്ച് 11:50 ആയപ്പോഴത്തേന് നമ്മൾ കൊല്ലത്തെത്തി. അപ്പോൾ ബായ്.